പണ്ട് സാംസങ് നോട്ട് 3 മൊബൈൽ ഉപയോഗിച്ചവർക്കറിയാം, അതിലൊരു ക്യാമറ ഫീച്ചർ ഉണ്ടായിരുന്നു, 360 ഫോട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം നമ്മളൊരു ഗ്ലോബിൻ്റെ അകത്ത് പെട്ട പോലെയാണ്. അതിനെ പല പല ടൈലുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിലെ ഓരോ ടൈലും ഫോട്ടോ എടുത്ത് നമ്മൾ ഫില്ല് ചെയ്യണം, സറൗണ്ടിങ് ആയിട്ട് ഫില്ല് ചെയ്യണം വിത്തൗട്ട് ബോഡി മൂവ്മെൻറ്റ്. അപ്പോൾ ക്യാമറ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്ത് ഹൈ ക്വാളിറ്റി ഫോട്ടോ ആയിട്ട് 360 ഫോട്ടോ ആയിട്ട് നമുക്ക് തരും. അതാണ് എൻ്റെ ആദ്യത്തെ 360 ഫോട്ടോ എക്സ്പീരിയൻസ്. അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി മാത്രമായിട്ടൊരു ഡിവൈസ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇന്നത് യാഥാർത്ഥ്യമായി. Insta365 ആക്ഷൻ ക്യാമറയാണ്. 360 ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങിലോട്ട് നമുക്ക് പോകാം. എന്തൊക്കെയാണ് അതിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു കോംബോ പാക്കേജാണ്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പൗച്ചാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ് കേട്ടോ. നല്ലൊരു ലെൻസ് ക്യാപ്പ് ഉണ്ട്, സിലിക്കോൺ ആണെന്ന് തോന്നുന്നത്. സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നു, ബാറ്ററി ഉണ്ട്. ഇത് കുറേ സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്താലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ചെയ്യാം. പിന്നെ ഇതൊരു ബാറ്ററി കേസാണ്. നമുക്ക് ഒന്നിലധികം രണ്ട് ബാറ്ററി നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം, ദെൻ ചാർജ് ചെയ്യുകയും ചെയ്യാം സെയിം ടൈം. പിന്നെയുള്ളത് ലെൻസ് ഗാർഡ്, നമ്മുടെ ക്യാമറ ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ടറാണിത്. ജസ്റ്റ് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ലെൻസ് സേഫായി. ഇനിയിപ്പം കയ്യിൽ നിന്ന് വീണാൽ പോലും ഈ ലെൻസ് പ്രൊട്ടക്ടർ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് ലെൻസിനൊന്നും പറ്റില്ല. ഇവിടെ ഒരു പൗച്ച് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഒരു C2C കേബിളാണ്, ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു ക്ലോത്ത് ഉണ്ട്, ക്ലീനിങ് ക്ലോത്ത്. ഇനി ഇതിലോട്ട് നമുക്കൊരു ബാറ്ററി ഇട്ട് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്ട്രാ ബാറ്ററി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഓക്കെ. ഇത് ഈ പിന്ന് വരുന്ന ഭാഗം ഈ സൈഡിലായിരിക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതോടെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് കാണിക്കും കേട്ടോ. അവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ അത് യൂസർ മാനുവലാണ്. ഇതാണ് നമ്മുടെ സ്റ്റിക്ക്, ഇൻവിസിബിൾ സ്റ്റിക്ക്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ടൈമിൽ ഇതിൽ സ്റ്റിക്ക് ഉണ്ടാവില്ല. എഡിറ്റിംഗ് ടൈമിലല്ല, അതിൻ്റെ വീഡിയോ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റിക്ക് ഇല്ലാതെയാണ് വരുന്നത്. സോ നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വളരെ ഈസിയാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ പാക്കേജിൽ വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.